ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബൈനാൻസിൽ വന്നിരിക്കുന്ന ഒരു എയർ ഡ്രോപ്പാണ്. ബൈനാൻസിൻ്റെ ആപ്പിൽ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എയർ ഡ്രോപ്പാണ് റെവോക്സ് എന്ന് പറയുന്ന ഒരു AI പ്രൊജക്റ്റാണ്. ഇതിൻ്റെ എയർ ഡ്രോപ്പാണ് ഇപ്പോൾ ബൈനാൻസിൻ്റെ ആപ്പിൽ ഒഫീഷ്യലി നടന്നുകൊണ്ടിരിക്കുന്നത്. മൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് ഫാമിംഗ് കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഒരു ബൈനാൻസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു ഇവൻ്റാണ്. ജസ്റ്റ് ഒരു Web3 എയർ ഡ്രോപ്പാണ്. ഓക്കെ, അവരുടെ ബൈനാൻസിൻ്റെ Web3 പോർട്ടലിൽ നടക്കുന്ന ഒരു എയർ ഡ്രോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വലിയ രീതിക്കുള്ള പണിയൊന്നും എടുക്കാതെ ഡെയിലി ഒന്ന് ചെക്ക് ഇൻ ചെയ്താൽ മാത്രം മതി. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ 8 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇവൻറ്റ് കംപ്ലീറ്റ് ആവും. ഇവൻറ്റ് കഴിഞ്ഞാൽ റെവോക്സ് ബൈനാൻസിൽ തന്നെ ലിസ്റ്റ് ആവും. അപ്പോൾ നല്ല രീതിക്കുള്ള പ്രൈസ് ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ടോക്കൺ റിവാർഡായിട്ടും കിട്ടുന്നതാണ് നമ്മൾ ഈ ഇവൻറ്റിൽ പങ്കെടുക്കുന്നതിന്. അപ്പോൾ എങ്ങനെ ആ ഇവൻറ്റിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റായിട്ടൊരു ബൈനാൻസ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ബൈനാൻസിൻ്റെ അക്കൗണ്ട് എടുക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. എങ്ങനെ ബൈനാൻസ് അക്കൗണ്ട് എടുക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോക്കി ബൈനാൻസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സ്മാർട്ട് ഫോണിൽ വേണം ഇത് ചെയ്യാൻ. നമ്മളുടെ PC-യിലും കാര്യങ്ങളിലൊന്നും നമുക്ക് Web3 എയർ ഡ്രോപ്പ് ആക്സസിബിൾ അല്ല. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എയർ ഡ്രോപ്പ് ഫാമിങ്ങും മൈനിങ്ങും ഒക്കെ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് മാക്സിമം ഏണിങ്സ് ഉണ്ടാക്കാൻ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും ആദ്യം തന്നെ നിങ്ങൾക്ക് എത്തുന്നതാണ്. നമ്മൾ റോഡ് ടു 20K. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവരുടെ മെയിൻ ബാക്കേഴ്സ് ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ 7X വെഞ്ചേഴ്സ്, Sky9 ക്യാപിറ്റൽ, അതുപോലെ തന്നെ ആർക്ക് സ്ട്രീം ക്യാപിറ്റൽ ഒക്കെ തന്നെ ഇവരുടെ ബാക്കേഴ്സാണ്. സൈബർ കണക്റ്റും ഇവരുടെ ബാക്കേഴ്സാണ്. അപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എത്ര ഈ കോയിൻ ഏൺ ചെയ്യാൻ പറ്റും അത്രയും കോയിൻ ഏൺ ചെയ്യുക. ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. നമ്മൾ മൈൻ ചെയ്യുന്ന പോലെ ചെറിയ പ്രോഫിറ്റ് അല്ല ഇതൊന്ന് കിട്ടുക. ചെറിയ ടൈം ഫ്രെയിമിൽ നിന്ന് വലിയ പ്രോഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കാരണം ബൈനാൻസിലാണ് ഈ ഒരു എയർ ഡ്രോപ്പ് നടക്കുന്നത്. ഒഫീഷ്യലായിട്ട് ബൈനാൻസിലാണ്, അല്ലാതെ ടെലഗ്രാം മൈനിങ്ങും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ലാഗാക്കുന്നില്ല. ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ ഈ ഒരു എയർ ഡ്രോപ്പിൽ പങ്കെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ബൈനാൻസിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഇല്ലാത്തൊരു ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ട്, അത് കണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം വാലറ്റ് സെക്ഷനിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് ഒരു $5 5 USDT എങ്കിലും മിനിമം വേണം. കാരണം നമുക്ക് ഒരു $5 എങ്കിലും മിനിമം BNB ടോക്കൺ പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, $5 നിങ്ങൾക്കൂടെ ചിലവില്ല. നിങ്ങൾക്ക് $1 താഴെ മാത്രമാണ് ചിലവ്. പക്ഷേ നമ്മളുടെ Web3 വാലറ്റിലേക്ക് ഒരു $5 BNB എങ്കിലും മിനിമം ട്രാൻസ്ഫർ ചെയ്ത് വെക്കണം. ഓക്കെ, ഗ്യാസ് ഫീ കാര്യങ്ങളൊക്കെ പിടിക്കും. അത് ഒരു $1 താഴെ നിങ്ങൾക്ക് മുഴുവനായിട്ടും ഈ ഒരു ഇവൻറ്റിന് മൊത്തമായിട്ട് ചിലവ് വരുള്ളൂ. ഓക്കെ, $1 താഴെ മാത്രം, ഒരു 80 രൂപയുടെ താഴെ മാത്രമേ നിങ്ങൾക്ക് ചിലവ് വരുള്ളൂ. അതിൻ്റെ ഒരു 10x ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ്. ഓക്കെ, അപ്പോൾ 80 രൂപ ചിലവാക്കാനുള്ളവർ മാത്രം ഈ എയർ ഡ്രോപ്പിൽ പങ്കെടുക്കുക. അപ്പോൾ ബൈനാൻസിൻ്റെ ആണ്. അപ്പോൾ 100% ട്രസ്റ്റബിളുമാണ്. ഇവിടെ $5 ഞാനിപ്പോൾ BNB പർച്ചേസ് ചെയ്തിട്ടുണ്ട് ബൈനാൻസിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു കോയിൻ പർച്ചേസ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക്, അതായത് ബൈനാൻസിലേക്കോ ബൈബിറ്റിലേക്ക് കൊണ്ടുവരാമെന്ന് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബൈബിറ്റിലാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത്. സെയിം പ്രോസസ്സ് തന്നെയാണ് ബൈനാൻസിനും. ഓക്കെ, ഒരു വ്യത്യാസമില്ല, ആപ്പ് മാറുന്നുണ്ട് എന്നുള്ളൂ. എങ്ങനെ ക്യാഷ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാം, അവിടുന്ന് എങ്ങനെ ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യാം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈനാൻസിലല്ല, ഞാൻ ബൈബിറ്റിലാണ് ചെയ്തിരിക്കുന്നതെങ്കിലും പ്രോസസ്സ് സെയിമാണ് ബൈനാൻസിലും ബൈബിറ്റിലൊക്കെ. $5 BNB പർച്ചേസ് ചെയ്തതിനു ശേഷം നിങ്ങൾ വാലറ്റ് സെക്ഷനിലേക്ക് തന്നെ വരിക. വാലറ്റിലേക്ക് വരുമ്പോൾ മേലെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് Web3 2 ഓപ്ഷൻ കാണാം. അതിൽ Web3 എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് Web3 വാലറ്റ് ഓപ്പൺ ആവും. Web3 വാലറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ബാനർ കാണാൻ പറ്റും, നമ്മുടെ റെവോക്സിൻ്റെ. ഓക്കെ, റെവോക്സിൻ്റെ ബാനർ ഇങ്ങനെ പോകുന്ന കാണാം. ജസ്റ്റ് റെവോക്സിൻ്റെ ബാനറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റെവോക്സിൻ്റെ ഇവൻറ്റ് പേജിലേക്ക് പോകുന്നതാണ്. റെവോക്സ് ഇവൻറ്റ് പേജ് ഓപ്പൺ ആയാൽ നിങ്ങൾക്ക് ഏറ്റവും മേലെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാലറ്റ് കണക്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തു, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണക്ട് വാലറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു സൈൻ എന്ന് പറയുന്ന ബട്ടൺ വരും. ജസ്റ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബൈനാൻസ് വാലറ്റ് ആ Web3 കണക്ട് ആയി. അതിനുശേഷം ചെയ്യേണ്ടതാണ് ഇൻവൈറ്റ് കോഡ്. റെവോക്സ് എയർ ഡ്രോപ്പ് ഇൻവൈറ്റ് ഓൺലി ആണ്. അപ്പോൾ ഇൻവിറ്റേഷൻ കോഡ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ ഒരു എയർ ഡ്രോപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ആവുള്ളൂ. അപ്പോൾ ഇൻവിറ്റേഷൻ കോഡ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഈ ഒരു ഇൻവിറ്റേഷൻ കോഡ് തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഇൻവിറ്റേഷൻ കോഡ് ടൈപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റിലേക്ക് എൻ്റർ ആവാൻ പറ്റുക. ഇൻവിറ്റേഷൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഓരോ ടാസ്കിനും 50 വെച്ച് അങ്ങനെ 2 ടാസ്ക് ഇപ്പോൾ നിലവിലുണ്ട്. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ റെവോക്സിനെ X, അതായത് ട്വിറ്ററിൽ ഫോളോ ചെയ്യുക. അതിനുശേഷം Web3 വാലറ്റ്, ബൈനാൻസ് Web3 വാലറ്റിനെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഒരു VPN ഇട്ടാൽ സെറ്റ് ആവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈനാൻസ് ഇന്ത്യയിൽ ഇപ്പോൾ കറൻലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ, എന്ത് ഇഷ്യൂ ലോഡാവാത്ത ഇഷ്യൂ വരികയാണെങ്കിൽ ഒരു VPN ഇട്ടാൽ മതി. ഏതെങ്കിലും ഒരു VPN ജസ്റ്റ് ഇട്ടാൽ ഇന്ത്യൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് കണക്ട് ചെയ്താൽ എല്ലാം സെറ്റ് ആവും. ഓക്കെ, ട്വിറ്റർ യൂസർ നെയിം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അടുത്ത സ്റ്റെപ്പായിട്ട്. അത് നമുക്ക് VPN ഇട്ടിട്ടാണ് എനിക്ക് വർക്കായത്. നിങ്ങൾക്ക് വർക്കാവുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു VPN ഇട്ടാൽ നിങ്ങൾക്ക് വർക്കാവും. ഞാനിപ്പോൾ എൻ്റെ റെവോക്സിനെയും അതുപോലെ തന്നെ ബൈനാൻസ് Web3 വാലറ്റിനെയും ഇവിടെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുകയാണ്. നിങ്ങൾ രണ്ടും മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് നോക്കുക. ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞാലേ നമുക്ക് ആ പോയിൻറ്റ്സ് തരുള്ളൂ. 24 hours ഒരു വെരിഫിക്കേഷൻ എടുക്കും. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് 100 പോയിന്റ് കിട്ടുക. നിങ്ങൾ 2 അക്കൗണ്ട്സ് ഫോളോ ചെയ്യുക. റെവോക്സിൻ്റെയും അതുപോലെ തന്നെ ബൈനാൻസിൻ്റെയും ട്വിറ്റർ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 50 100 പോയിന്റ് കിട്ടും. ഉടനെ
കിട്ടില്ല, വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരികയാണ്. ഒരിക്കലും ട്വിറ്ററിലേക്ക് പോകുന്നേ ഇല്ലെങ്കിൽ നിങ്ങൾ ട്വിറ്ററിൻ്റെ ആപ്പ് കയറിയിട്ട് ഫോളോ അടിച്ചാലും മതി. എന്നിട്ട് നിങ്ങളുടെ ട്വിറ്റർ ID, ട്വിറ്റർ യൂസർ നെയിം ഇവിടെ കൊടുക്കണം. കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമാണ് ഇവർ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഈ 100 പോയിന്റ് കിട്ടും. 2 ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം ഇവിടെ കൊടുക്കണം. കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, തെറ്റാതെ. അതിനുശേഷം ഇവിടെ എൻ്റർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് ബ്ലൂ കളർ ആവുന്നേ ഇല്ലായിരുന്നു, നല്ല ഫുൾ ട്രൈ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് ആവാത്തതിൻ്റെ കാരണം ഞാൻ VPN ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും ബ്ലൂ കളർ ആവുന്നേ ഇല്ല, ഒരിക്കലും ഇവിടെ എൻ്റർ അടിക്കാൻ പറ്റുന്നേ ഇല്ലെങ്കിൽ ഒരു VPN ഇട്ടാൽ ഒന്ന് ആപ്പ് റീസ്റ്റാർട്ട് ചെയ്താൽ സെറ്റ് ആവും. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ID അവിടെ സേവ് ആവും. അത് കഴിഞ്ഞ് താഴേക്ക് വന്നാലാണ് മെയിൻ ടാസ്ക്, ഡെയിലി ചെക്കിൻ. ഡെയിലി ഒന്ന് ചെക്കിൻ എന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, വേറെ ടാസ്കുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി റെവോക്സിൻ്റെ പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും കൂടുന്തോറും പോയിന്റ്സ് കൂടും. അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു പേജിലേക്ക് വന്ന് ഇവിടെ ചെക്ക് ചെയ്യുക എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഇവിടെയാണ് നമ്മൾ ഗ്യാസ് ഫീ കൊടുക്കേണ്ട കാര്യമുള്ളത്. ഡെയിലി നമ്മൾ ചെക്കിൻ എന്ന് പറയുന്ന ഈ ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ചെക്കിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലീനിയ വേണോ OPBNB വേണോ ചോദിക്കും. OPBNB സെലക്ട് ചെയ്യുക, അതിനുശേഷം കൺഫേം അടിക്കുക. കൺഫേം അടിച്ച് കഴിയുമ്പോൾ കുറച്ച് ലോഡിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബൈനാൻസിൽ BNB ഇല്ല എന്ന് കാണിക്കും. ഉണ്ട്, പക്ഷേ നമ്മുടെ ബൈനാൻസ് സ്പോട്ട് വാലറ്റിലേക്ക് ഉണ്ടാവുക. അത് നമ്മൾ Web3ലേക്ക് മാറ്റണം. അതെങ്ങനെയാണ് നോക്കാം. താഴെ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രാൻസ്ഫർ എറർ ഇൻസഫിഷ്യൻറ്റ് BNB ടു പേ ഗ്യാസ് ഫീ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഗെറ്റ് BNB എന്ന് പറയുന്ന ഒരു യെല്ലോ ബട്ടൺ കാണാൻ പറ്റും. ആ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മേലെ മൂവ് ഫണ്ട്സ് ഫ്രം എക്സ്ചേഞ്ച് ടു Web3 വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെക്കണം. ഞാൻ ഓൾറെഡി $5 BNB വാങ്ങിയിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കോയിൻ അവിടെ BNB എന്ന് കാണാൻ പറ്റും. താഴെ നെറ്റ്വർക്ക് കിടക്കുന്ന BNB ചെയിൻ BEP20 ആണ്. അത് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, OPBNB എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് ഇടുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. OPBNB ആണ് നമുക്ക് വേണ്ടത്. നെറ്റ്വർക്ക് OPBNB ആണ്, കോയിൻ BNB ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ട്രാൻസ്ഫർ എന്ന് പറയുന്ന യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നമ്മളുടെ കയ്യിൽ നിലവിലുള്ള BNB കോയിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും എത്രയാണ്. ഞാനിപ്പോൾ മാക്സിമം ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ വാല്യൂ 5.78 USD ആണ്. നിങ്ങൾ 5 ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം വിഡ്രോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിഡ്രോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൺഫർമേഷൻ വരും. എല്ലാം നോക്കുക, നിങ്ങൾ കറക്റ്റ് അല്ലേ കൊടുത്തിട്ടുള്ള വിഡ്രോൽ എമൗണ്ട് കറക്റ്റ് അല്ലേ എന്ന് നോക്കുക. അപ്പോൾ ചെറിയൊരു നെറ്റ്വർക്ക് ഫീ അവിടെ പോകും. ചെറിയൊരു ഫീ ആണ്, എന്തായാലും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതിനാണ് ഞാൻ കുറച്ച് അധികം ഇട്ടത്, 5 അല്ലാതെ കുറച്ച് അധികം ഇട്ടത്. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്ക്രീൻ ലോക്ക് കൊടുക്കാനാണ് പറയുക. ഞാനിവിടെ എൻ്റെ ഫിംഗർ പ്രിൻ്റാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വെക്കുകയാണ്. ഫിംഗർ പ്രിൻറ്റ് വെച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ സബ്മിറ്റ് ആവും. അതിനുശേഷം ഒരു പെൻഡിങ്ങിലേക്ക് പോകും. അവിടെ ഒരു 2-3 മിനിറ്റിൽ മാക്സിമം 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ആവുന്നതാണ്. നമ്മളുടെ സ്പോട്ട് വാലറ്റിൽ നിന്നും നമ്മളുടെ Web3 വാലറ്റിലേക്ക് മാറും. ഓക്കെ, 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രോസസ്സിംഗ് മാറി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് നമ്മൾ ട്രാൻസാക്ഷൻ മാറും. എനിക്ക് പ്രോസസ്സിംഗ് ആണ് കിടക്കുന്ന, ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 4 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കിവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നേരെ ബാക്കിലേക്ക് വരിക. ബാക്ക് വരുമ്പോൾ നമുക്ക് BNB ട്രാൻസ്ഫർ ഈസ് സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരും. അത് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കയറിയ പോലെ തന്നെ ഈ ഒരു ബാനർ ഉണ്ടല്ലോ, റെവോക്സിൻ്റെ ബാനർ ക്ലിക്ക് ചെയ്യുക, റെവോക്സിൻ്റെ പേജിലേക്ക് കയറുക. റെവോക്സിൻ്റെ പേജിലേക്ക് വരിക, നേരത്തെ പോലെ തന്നെ ചെക്കിങ് ക്ലിക്ക് ചെയ്യുക, OPBNB സെലക്ട് ചെയ്യാൻ ശേഷം കൺഫേം അടിക്കുക. കൺഫേം അടിക്കുമ്പോൾ ഫീ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ കാണാം, നെറ്റ്വർക്ക് ഫീ എത്ര കൊടുക്കണമെന്ന്. നിങ്ങൾ ഓരോ ദിവസം കളക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാക്സിമം വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 4 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് BNB ഇവിടെ കാണാൻ പറ്റും, നെറ്റ്വർക്ക് ഫീ കാണാൻ പറ്റും 0.01, ലെസ്സർ ദാൻ $0.01 ആണ് കൊടുത്തിരിക്കുന്നത്. 4 രൂപ 5 രൂപ വരുള്ളൂ. അത് നോക്കുക, അതിനുശേഷം കൺഫേം കൊടുക്കുക. 7 ദിവസം ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്താൽ നിങ്ങൾക്ക് 80 രൂപയാണ് മാക്സിമം ചിലവ് വരിക. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള BNB നമുക്ക് തിരിച്ച് വാലറ്റിലേക്ക് എടുത്ത് സെല്ല് ചെയ്ത് ക്യാഷ് ആക്കി അക്കൗണ്ടിലേക്ക് വിഡ്രോ അടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മിനിമം ഇവിടെ 5 ഇട്ട് വെക്കണമെന്നേ ഉള്ളൂ. 5 തന്നെ ചിലവ് വരുന്നില്ല, $1 ചിലവ് വരുള്ളൂ. അപ്പോൾ കൺഫേം അടിച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റും അന്നത്തെ ചെക്കിൻ കഴിഞ്ഞിട്ട് ഇനി പിറ്റേ ദിവസം വന്ന് ചെക്ക് ചെയ്താൽ മതി. എല്ലാ ദിവസവും ഇതുപോലെ കയറുക, ചെക്കിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസം ചെയ്യുമ്പോഴും പോയിന്റ്സ് കൂടിക്കൊണ്ടിരിക്കും, റെവോക്സ് പോയിന്റ്സ്. അങ്ങനെ റെവോക്സിൻ്റെ പോയിന്റ് മാക്സിമം കളക്ട് ചെയ്ത് നോക്കുക. 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ഈ ഒരു ഇവൻ്റ് എൻഡാവും. അങ്ങനെ ഇവൻ്റ് എൻഡായി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ബൈനാൻസിൽ ഈ കോയിൻ ലിസ്റ്റ് ആവും. വലിയ ലോങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഉടനെ തന്നെ ലിസ്റ്റ് ആവും. കാരണം ബൈനാൻസിൻ്റെ Web3 എയർ ഡ്രോപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഡിലേ ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഉടൻ തന്നെ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് ടെലഗ്രാം ചാനലിലായിരിക്കും ആദ്യം ഇടുക. അതിനുശേഷം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യും, എങ്ങനെ വിഡ്രോ അടിക്കണം, എങ്ങനെ സെല് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് ചെയ്യും. അപ്പോൾ അത് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. എങ്കിലായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് കിട്ടുക. ഡെയിലി ചെക്കിന് അല്ലാതെ പോയിന്റ്സ് ഏൺ ചെയ്യാനുള്ള ഒരു വഴിയും കൂടി നമ്മൾ റെവോക്സിൻ്റെ അകത്തുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ആണ്. അപ്പോൾ ഇത് ചെയ്യണമെന്നില്ല, പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിൽ നിന്ന് 5 പോയിന്റ് മാത്രമേ കിട്ടുള്ളൂ. അത് റെവോക്സ് അലിയൻസ് പാസസ് എന്ന് പറയുന്നൊരു സ്പെഷ്യൽ പോയിന്റ് ആണ്. അത് നമുക്ക് ഈ റെവോക്സ് പോയിന്റിലേക്ക് തന്നെ കൺവേർട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുക. ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻവൈറ്റ് ഫ്രണ്ട്സ് അടിച്ചാൽ നമുക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ തന്നെ കോപ്പി ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് അടിക്കാൻ പറഞ്ഞാൽ മതി. അവരുടെ ഇൻവിറ്റേഷൻ കോഡിൽ നിങ്ങൾ ഈ ഒരു കോഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ആ കോഡ് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് 5 പോയിന്റ് കിട്ടുന്നതാണ്. ഡെയിലി ഒരു 10 സെക്കൻഡ് സ്പെൻഡ് ചെയ്താൽ മതി. കയറുക, ചെക്കിൻ അടിക്കുക, ഇറങ്ങുക, അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഏണിങ്സ് മിസ്സാക്കാതെ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ റോഡ് ടു 20K സബ്സ്ക്രൈബേഴ്സാണ്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാലായിരിക്കും ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് ടൈമിന് എത്തുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ.